കാര്യാലയത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം പിന്നീട് പുത്തരിക്കണ്ടത്ത് നടക്കുന്ന വാർഡ് തല നേതൃസംഗമത്തിലും ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗത്തിലും അമിത്ഷാ പങ്കെടുക്കുന്നുണ്ട്. പുത്തരിക്കണ്ടത്ത് നിന്നും നമ്മുടെ പ്രതിനിധികളായ അഖിൽ പാലോട്ടുമഠവും പ്രജിത് മോഹനനും ചേരുന്നുണ്ട്. നമുക്ക് അവരോട് അവിടുത്തെ ഒരുക്കങ്ങൾ എന്തായി എന്നുള്ളത് ചോദിക്കാം. അഖിൽ, പ്രജിത്ത്, അവിടെ ഒരുക്കങ്ങൾ എത്രത്തോളം പൂർണ്ണമായി കഴിഞ്ഞു? എല്ലാവരും വലിയ ഉത്സാഹത്തിൽ തന്നെയാണ്. നമ്മൾ സംസ്ഥാന കാര്യാലയത്തിന്റെ വിശേഷങ്ങളൊക്കെ ഇപ്പോൾ കണ്ടതേയുള്ളൂ. ലക്ഷക്കണക്കിന് പ്രവർത്തകർ ആഹ്ലാദത്തിലാണ്. അതോടൊപ്പം തന്നെ പുത്തരിക്കണ്ടത്ത് ഏതു രീതിയിലുള്ള ഒരുക്കങ്ങളാണ് പുരോഗമിക്കുന്നത്? രോഹിണി, പരിപാടിക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇനി ആളുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ബി.ജെ.പിയുടെ പ്രവർത്തകർ അവർ നിരയായി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ അമിത്ഷാ ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും ഈ വേദി മുഴുവനായി നിറഞ്ഞു കഴിയും. ഏതാണ്ട് 25,000-ഓളം പേർ ഈ വേദിയിൽ മാത്രം പങ്കെടുത്തുകൊണ്ടാണ് ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത്. നമുക്കിപ്പോൾ അഖിലുമുണ്ട്. പക്ഷേ അതിന് മുൻപ് ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അനൂപ് ആൻ്റണി ഇവിടെയുണ്ട്. അദ്ദേഹത്തിലേക്ക് നമുക്കൊന്ന് പോയിട്ട് അദ്ദേഹത്തിൻ്റെ ചില പ്രതികരണങ്ങൾ തേടിയ ശേഷം ഞാൻ അഖിലിലേക്കും പോകാം. ഇപ്പോൾ ബി.ജെ.പിയുടെ പുതിയ മുഖങ്ങളിലൊന്നായി, അല്ലെങ്കിൽ നേരത്തെയുള്ള മുഖം തന്നെയാണ്, പക്ഷേ നേതൃത്വത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിലൊന്നായി, അല്ലെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു പുതിയ മാറ്റത്തിന് ബി.ജെ.പിയുടെ നേതൃത്വത്തിലേക്ക് മാറിയിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള അനൂപ് ആൻ്റണി നമുക്കൊപ്പമുണ്ട്. പുതിയ ഒരു മുഖമായി, അല്ലെങ്കിൽ പുതിയൊരു നേതൃത്വമായി ബി.ജെ.പി വരികയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടി അതിൻ്റെ തുടക്കം കുറിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ഒരു മാറ്റത്തെ, തലമുറ മാറ്റത്തേക്ക് നോക്കി? തീർച്ചയായിട്ടും ഓരോ കാലത്തിനനുസരിച്ച്, കാലഘട്ടത്തിനനുസരിച്ച് പുതിയ സ്ട്രാറ്റജികളും പുതിയ രീതികളും വേണം. അപ്പം തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് നമുക്കറിയാം, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നമ്മുടെ പാർട്ടിക്കും പ്രവർത്തകർക്കും എല്ലാം ആവേശം നൽകിക്കൊണ്ട് ഒരു കുതിച്ചുചാട്ടം എന്ന് വേണമെങ്കിൽ പറയാം, ഒരു വലിയ മുന്നേറ്റം ഉണ്ടായി. നമുക്കൊരു MP ജയിക്കുകയും നമ്മൾക്ക് ഗണ്യമായ രീതിയിൽ വോട്ട് വർദ്ധിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ കാണുന്നത് ഒരു പാകമായ രീതിയിലാണ്, നമ്മൾ റൈപ്പ് മൊമെൻ്റ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ആ ഒരു പാകമായ രീതിയിലിരിക്കുന്ന ബി.ജെ.പിക്ക് ഒരു അവസരം ഇനി കേരളത്തിൽ നൽകണം എന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെയും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, അത് കഴിഞ്ഞുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, ബി.ജെ.പിക്ക് ഇതുവരെ കാണാത്ത ഒരു അൺപ്രസിഡൻറ്റഡ് ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടാൻ പോകുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള ഈ ടീം, വികസിത കേരളം ടീം, ആ ടീമിൻ്റെ മുമ്പിലൊരു ദൗത്യമാണ്, ഒരു വലിയ ദൗത്യമാണുള്ളത്. പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, അധ്വാനിച്ചുകൊണ്ട് ബി.ജെ.പി അധികാരത്തിലെത്തിക്കുക. കാരണം ബി.ജെ.പി അധികാരത്തിലെത്തിയാൽ മാത്രമേ കേരളത്തിൽ വികസിത വലിയ ഒരു കാഴ്ചപ്പാടോടുകൂടി കാണുന്ന അതിൻ്റെ ഒരു മുന്നൊരുക്കം തന്നെയാണ് ഈ നേതൃസംഗമം. തീർച്ചയായിട്ടും ഇവിടെ തന്നെ പറഞ്ഞല്ലോ, ഏറ്റവും താഴെ മുതൽ ഏറ്റവും മുകളിൽ വരെയുള്ള അവരുടെ സംഗമമാണിന്ന്. കാരണം വാർഡ് തലത്തിലുള്ള പ്രവർത്തകരാണ് നമ്മുടെ ശക്തി, പാർട്ടിയുടെ ശക്തി. നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോവുകയാണ്. ആ പ്രവർത്തകരാണ് നാളെ അവിടുന്ന് ജയിച്ചു വരേണ്ട മെമ്പർമാർ, അവരാണ് അവിടെ പ്രവർത്തിക്കേണ്ട ആളുകൾ. അപ്പോൾ ശ്രീ രാജീവ് ചന്ദ്രശേഖരജിയുടെ നേതൃത്വത്തിൽ വികസിത കേരളം വാർഡ് ടീം എല്ലാ വാർഡുകളും രൂപീകരിച്ചു. നമ്മൾ ആ വാർഡ് ടീം വളരെ കാര്യക്ഷമമായി താഴെത്തട്ടിൽ പ്രവർത്തനം തുടങ്ങി. മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളെക്കാളും നമ്മൾ വളരെയേറെ മുന്നോട്ട് പോയി. അപ്പോൾ നമ്മുടെ പ്രവർത്തകർക്ക് ഒരു ആവേശം, ഒരു ഊർജ്ജം പകരാൻ വേണ്ടിയിട്ട് നേരിട്ട് ശ്രീ അമിത്ഷാജി ഇന്ന് ഇവിടെ എത്തുകയാണ്. അത് തീർച്ചയായിട്ടും പ്രവർത്തകർക്ക് വലിയൊരു ഊർജ്ജം നൽകും. ഇന്ന് ഇവിടുന്ന് പോകുന്ന പ്രവർത്തകർ വിജയം 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 എന്നൊരു ലക്ഷ്യത്തോടു കൂടി മാത്രം പോകുന്ന രീതിയിലായിരിക്കും പോകാൻ പോകുന്നത്. ഇന്നിവിടെ എന്തായാലും പാർട്ടിയുടെ പുതിയ രീതിയിലുള്ള ഈ ഒരു നയം അത് ഇവിടെ ബി.ജെ.പിയുടെ നിയുക്ത സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആൻ്റണി അടക്കം പ്രഖ്യാപിച്ചു. ഇതിൽ പുറത്തെ ഒരു കാര്യം കൂടിയുള്ളത്, വാർഡ് തലത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും നിർണായകമായ ശക്തി എന്ന് പറയുന്നത്. താഴെത്തട്ടിൽ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുക, വാർഡ് തലത്തിൽ പ്രവർത്തിക്കുക, പഞ്ചായത്തിലേക്ക് അധികാരത്തുക, അവിടെ നിന്ന് നിയമസഭ, പിന്നെ പാർലമെന്റ് എന്നൊരു അടിത്തട്ടിലേക്കുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് പോകുന്നു. ബി.ജെ.പി. സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവൻ കേരളത്തിന് സമർപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിക്കഴിഞ്ഞു. ഇന്ന് 11 മണിയോടുകൂടിയാണ് ഉദ്ഘാടന ചടങ്ങ്. ഇന്നലെ അർദ്ധരാത്രിയോടെ തിരുവനന്തപുരത്തെത്തിയ അമിത്ഷായ്ക്ക് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ പ്രൗഢോജ്വല സ്വീകരണം നൽകി. രാവിലെ 11 മണിക്ക് മാരാർജി ഭവന്റെ ഉദ്ഘാടന കർമ്മങ്ങൾ നടക്കും. അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. സംസ്ഥാന കാര്യാലയത്തിന്റെ ഓഫീസിന് മുൻപിൽ നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് കൂടി ചേരുന്നുണ്ട്. പ്രശാന്ത്, നമ്മൾ രാവിലെ മുതൽ മാരാർജി ഭവന്റെ ഉദ്ഘാടന ചടങ്ങുകളുടെയൊക്കെ തത്സമയ വിവരങ്ങൾ നൽകുന്നുണ്ട്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാകുന്നതും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ ആവേശത്തിലും ഊർജ്ജത്തിലും തന്നെയാണോ പ്രവർത്തകർ ഉള്ളത്? എന്താണ് അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? രോഹിണി, ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് മാരാർജി ഭവന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുവാനായി. പ്രവർത്തകരും അതോടൊപ്പം തന്നെ നേതാക്കളുമെല്ലാം വളരെ
ഉജ്ജ്വലമായി തന്നെ നിൽക്കുകയാണ്. എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടേക്ക്. ഈ തുടക്കത്തിൽ അമിത്ഷാ എത്തിക്കഴിഞ്ഞാൽ ഒരു ശിലാഫലകം സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ. ആ ശിലാഫലകം ആദ്യം അനാച്ഛാദനം ചെയ്യും. ശിലാഫലകം അനാച്ഛാദനം ചെയ്തതിനു ശേഷം കൊടിമരം സ്ഥാപിച്ചിട്ടുണ്ട്. ആ കൊടിമരത്തിൽ പതാക ഉയർത്തും. അതോടൊപ്പം തന്നെ ഈ മൊറാർജി ഭവന്റെ മുന്നിൽ ഒരു വൃക്ഷത്തൈ കൂടി നടും. വൃക്ഷത്തൈ കൂടി നട്ടതിന് ശേഷമായിരിക്കും പിന്നീട് അകത്ത് പരിപാടികളുമായി മറ്റു പരിപാടികൾ ഔദ്യോഗിക ഉദ്ഘാടന പരിപാടികളുമായി ആയിട്ട് മുന്നോട്ട് പോവുക. കുമ്മനം രാജശേഖരൻ അടക്കമുള്ള നേതാക്കളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഏട്ടാ, ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഈ ബാക്കിയുള്ളത് മൊറാർജി ഭവന്റെ ഒരു ഔദ്യോഗിക ഉദ്ഘാടനത്തിനായിട്ട്. അല്ലേ, നമ്മളെല്ലാം അഭിമാനകരമായ ഒരു മഹാസൗധമാണ് ഇവിടെ ഉയരുന്നത്. കേരളത്തിൻ്റെ BJPയുടെ രാഷ്ട്രീയ പ്രവർത്തന ചരിത്രത്തിൽ ഒരു വലിയൊരു വഴിത്തിരിവാണ് വാസ്തവം. കാരണം സ്വന്തമായി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയൊരു കാര്യാലയം ഉണ്ടാവുക, അവിടെ എല്ലാവർക്കും വന്ന് തങ്ങാനും ചർച്ച ചെയ്യാനും ആശയവിനിമയം നടത്താനും സംഘടനാപരമായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഒക്കെ വേണ്ടിയൊരു കേന്ദ്രസ്ഥാനം കഴിഞ്ഞ ഇത്രയും നാളത്തെ പ്രവർത്തനത്തിൽ ഉണ്ടാക്കിയെടുത്ത വലിയൊരു നേട്ടമാണ്. അഭിമാനകരമായ മുഹൂർത്തമാണ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, നാടിനെ സംബന്ധിച്ചിടത്തോളം. 2.5 പതിറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പ് കൂടിയാണ് അല്ലേ? തീർച്ചയായിട്ടും എത്രയോ നാളുകളോളമായി. കാരണം ഇത്രയും വലിയൊരു സൗധം ഈ കേരളം പോലൊരു സ്ഥലത്ത് കെട്ടിപ്പടുത്ത് ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എല്ലാ പ്രവർത്തകരുടെയും സാധാരണക്കാരുടെയും ജനങ്ങളുടെയും എല്ലാം പ്രതീക്ഷയും പ്രത്യാശയുമുണ്ട്. അത് തീർച്ചയായിട്ടും പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ ഒരു വലിയ മഹാസൗധം. അങ്ങ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന സമയത്തായിരുന്നു ഇതിൻ്റെ ഒരു തറക്കല്ലിടിയിൽ കർമ്മമടക്കം നടക്കുന്നത്. അന്ന് അമിത്ഷാ ആണ് തറക്കല്ലിട്ടത്. അദ്ദേഹം തന്നെയാണ് ഇത് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തത്. അതെ, അദ്ദേഹം തറക്കല്ലിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തന പദ്ധതിയായിരുന്നു എല്ലാ ജില്ലകൾക്കും കാര്യാലയങ്ങളുണ്ടാകുക, സംസ്ഥാന കാര്യാലയം എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളോടും കൂടി മെച്ചപ്പെടുത്തുക. അതെല്ലാം അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം തന്നെ തറക്കല്ലിട്ട സ്ഥലത്ത് ആ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ അദ്ദേഹത്തിനും കഴിയുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. വലിയൊരു നിർണായക ശക്തിയായി മാറാനുള്ള അതിൻ്റെ ഒരു തയ്യാറെടുപ്പിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടിയാണല്ലേ? സംഘടനയുടെ പാർട്ടിയുടെ പ്രവർത്തന ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാണ്. തീർച്ചയായിട്ടും സംഘടന വളർന്ന് വികസിച്ച് വരുമ്പോൾ അതിൽ പരമപ്രാധാന്യം അറിയിക്കുന്നത് സ്വന്തമായൊരു കേന്ദ്ര കാര്യാലയം ഉണ്ടാവുക, പ്രവർത്തന കേന്ദ്രം ഉണ്ടാവുക എന്നുള്ളതാണ്. അത് സാധിച്ചു എന്ന് പറയുമ്പോൾ സംഘടനയുടെ വളർച്ചയിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടമാണ് പിന്നിടുന്നത്. അത് ഭാവി പ്രവർത്തനത്തിന് കേരളത്തിൽ വരാനിരിക്കുന്ന വലിയൊരു രാഷ്ട്രീയ പ്രവർത്തന മുന്നേറ്റത്തിൽ തീർച്ചയായിട്ടും വലിയൊരു സംഭാവന നൽകാൻ കഴിയുന്ന ഒന്നായി മാറും എന്നാണ് എൻ്റെ വിശ്വാസം. രോഹിണി, അത് തന്നെയാണ് സംഘടനയുടെ വളർച്ചയ്ക്കും അതോടൊപ്പം തന്നെ വരും ഭാവിയിൽ സംസ്ഥാനത്തെ BJPയുടെ വളർച്ചയ്ക്കും അതോടൊപ്പം തന്നെ മറ്റ് നിയമസഭയുടെ അടക്കം പ്രാതിനിധ്യം ഉറപ്പിക്കുന്നതിനുമൊക്കെ ഒരു നിർണായക ശക്തിയായിട്ട് ഇന്നത്തെ ഒരു ചടങ്ങ് മാറും എന്ന് തന്നെയാണ് കുമ്മനം രാജശേഖരൻ പറയുന്നത്. നിരവധി നേതാക്കളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തുള്ളിൽ ഈ ഉദ്ഘാടനം ആരംഭിക്കും. ഇപ്പോൾ BJP നേതാവ് VT രമ കൂടി നമ്മളോടൊപ്പം ചേരുന്നു. സംസ്ഥാന കാര്യാലയത്തിൻ്റെ ഉദ്ഘാടനമാണ്, ഒരു വലിയ കാത്തിരിപ്പിൻ്റെ ഒരു ഫലം കൂടിയാണ്. തീർച്ചയായിട്ടും ഇതൊരു സ്വപ്നമാണല്ലോ, ഞങ്ങളുടെ ഒരു ഡ്രീം മന്ദിരം എന്ന് പറയാവുന്ന ഒരു സാധനമാണ്. വളരെ അഭിമാനമുണ്ട്, കാരണം ഇത്രയും നല്ലൊരു കെട്ടിടമാണ്, നല്ലൊരു ടീമുണ്ട്. BJPയുടെ എല്ലാ തരത്തിലുള്ള വളർച്ചയുടെ പ്രതീകം കൂടിയാണ്. 25 കൊല്ലത്തെ ഒരു കാത്തിരിപ്പാണ്. അതോടൊപ്പം തന്നെ ഇനിയൊരു വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു നിർണായക ശക്തിയായി മാറുന്നതിന് ഒരു മുന്നോടി കൂടിയായ ഒരു തുടക്കം കൂടിയല്ലേ കുറിക്കുന്നത്? സ്വാഭാവികമായിട്ടും ഒരു ഇരിപ്പിടം വേണമല്ലോ, ആദ്യം ഇരുന്ന് വേണം കാല് നീട്ടാൻ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ അന്തസ്സുള്ള ഒരു സാധനമാണ്. ഇപ്പം കേരളത്തിലെ അഭിമാനത്തോടെ പറയാവുന്ന ഇത് വളരെ അഭിമാനത്തോടെ പറയാവുന്ന ഒരു കാര്യാലയമാണ്. സ്വാഭാവികമായിട്ടും ഇതൊരു തുടക്കമല്ല, ഇതൊരു മദ്യം ആണ്. ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് അടിവെച്ച് മുകളിലോട്ടുള്ള വളർച്ചയാണ്. തദ്ദേശ സ്വയംഭരണത്തിലായാലും നിയമസഭയിലായാലും നമ്മളുടെ സാന്നിധ്യം അറിയിക്കുകയും മാക്സിമം സീറ്റുകൾ പിടിക്കുകയും ചെയ്യും. രോഹിണി, അതുതന്നെയാണ് ഇതൊരു തുടക്കം. അതിനൊരു കുറിക്കുകയാണ്. അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് ഇനി വരാനിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത്. 20% വോട്ടുകളായി BJP ഇവിടെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ ഒരു വലിയ തുടക്കം കൂടിയാണ് ഇവിടേക്ക് ഇതിന് തുടക്കം കുറിക്കുന്നത്. എന്തായാലും